അമേരിക്കയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ സഹോദരങ്ങളെയോ പഠനത്തിനായി യുഎസിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാവാണോ? എങ്കിൽ തികച്ചും ആശങ്കാജനകവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സർവകലാശാലകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവ് ഉണ്ടാകാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരുന്ന 2026 ഫോൾ സീസണിൽ മാത്രം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ഏകദേശം 1.1 ലക്ഷത്തോളം പേരുടെ കുറവുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വിദഗ്ധരുടെ സംഘടനയായ NAFSA വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്കൻ സ്റ്റുഡന്റ് വിസ ലഭിക്കാൻ ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? ഇത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എത്രത്തോളം ബാധിക്കും? US ഗവൺമെന്റിന്റെ പുതിയ വിസ നയങ്ങളും ടൂറിസ്റ്റ് വിസ നയങ്ങളിലെ മാറ്റങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് 2025-2026 അക്കാദമിക് വർഷത്തിൽ അമേരിക്കയിൽ ഏകദേശം 11.69 ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2026-2027 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ സംഖ്യ 10.57 ലക്ഷമായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 9.5% കുറവ്. ഈ ഇടിവ് വിദ്യാർത്ഥികളെ മാത്രമല്ല അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയും കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തുന്ന തുകയിൽ $3.4 ബില്യൺ ഭീമമായ നഷ്ടമുണ്ടാകും. പ്രാദേശികമായ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവകലാശാല നഗരങ്ങളിലെയും പ്രാദേശിക മേഖലകളിലെയും 39,000-ഓളം തൊഴിലുകൾ ഇല്ലാതാകാനും ഇത് കാരണമാകുന്നു. മുൻ വർഷത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ $41.77 ബില്യൺ അമേരിക്കയ്ക്ക് സംഭാവന നൽകിയതെങ്കിൽ അത് ഇത്തവണ $38.37 ബില്യൺ കുത്തനെ കുറയും. ഇനി ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം. അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024-25 അക്കാദമിക് വർഷത്തിലെ കണക്കുകൾ പ്രകാരം 3.63 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യുഎസിലെ വിവിധ കോഴ്സുകളിൽ പഠിക്കുന്നത്. ചൈനയെ പിന്നിലാക്കി ഇന്ത്യ ഒന്നാമതെത്തിയ സാഹചര്യത്തിലാണ് ഈ പുതിയ വിസ തടസ്സങ്ങൾ തിരിച്ചടിയാകുന്നത്. ഇതിനകം തന്നെ ഫെബ്രുവരി മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് യുഎസിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 6.9% കുറവ് വന്നിട്ടുണ്ടെന്ന് പാർലമെന്റൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന കർശന വിസ നിബന്ധനകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ യുഎസ് സ്വപ്നങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ വിസ ലഭിക്കുന്നത് ഇത്രയധികം കഠിനമായി മാറിയത് എന്ന സംശയമായിരിക്കും ഈ വാർത്ത കേൾക്കുന്ന പലർക്കും ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം വിസ പ്രോസസിംഗിലെ കാലതാമസവും അപ്പോയിന്റ്മെന്റ് ലഭ്യമല്ലാത്തതുമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിലെ US എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാൻ മാസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരുന്നു. പീക്ക് സീസണായ മെയ് ജൂലൈ മാസങ്ങളിൽ വിസ സ്ലോട്ടുകൾ ലഭ്യമല്ലാതെ നിരവധി വിദ്യാർത്ഥികളുടെ പ്രവേശനം തന്നെ നഷ്ടപ്പെട്ടു. അടുത്തത് ഫിഫ ലോകകപ്പും ടൂറിസ്റ്റ് വിസകൾക്ക് മുൻഗണന നൽകിയതുമാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ടൂറിസ്റ്റ് വിസകൾക്ക് US ഗവൺമെന്റ് വലിയ മുൻഗണന നൽകി. സാധാരണയായി മധ്യവേനൽ അവധിയിൽ സ്റ്റുഡന്റ് വിസകൾക്ക് നൽകിയിരുന്ന മുൻഗണന മാറ്റി വിസിറ്റർ വിസകൾ പ്രോസസിംഗ് ചെയ്യാൻ കോൺസുലർ ഉദ്യോഗസ്ഥരെ മാറ്റിയതോടെ വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകൾ നീണ്ടുപോയി. അടുത്തത് പുതിയ 4 വർഷത്തെ നിബന്ധനയാണ്. അടുത്തിടെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പരമാവധി 4 വർഷത്തേക്ക് മാത്രമേ വിസയിൽ തുടരാൻ അനുവാദമുള്ളൂ. ഇതിൽ കൂടുതൽ സമയം ആവശ്യമുള്ള ഡോക്ടറൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കോ പഠനശേഷം വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അടുത്തത് യാത്രാവിലക്കുകളും നയങ്ങളിലെ അനിശ്ചിതത്വവുമാണ്. കഴിഞ്ഞ വർഷം മുതൽ ഏകദേശം 39ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ കർശന യാത്രാവിലക്കുകളും മാറി മറിയുന്ന ഇമിഗ്രേഷൻ നയങ്ങളും കാരണം വിദേശ വിദ്യാർത്ഥികൾ യുഎസിന് പകരം കാനഡ, ജർമ്മനി, UK തുടങ്ങിയ സുരക്ഷിതമായ മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. ഈ വിഷയത്തിൽ NAFSA എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ ഫാൻഡ ഓ വളരെ പ്രസക്തമായ ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഗവേഷകരും മറ്റു രാജ്യങ്ങളിലേക്ക് തിരിയുമ്പോൾ അതിന്റെ പൂർണ്ണ നഷ്ടം അമേരിക്കൻ ജനതയ്ക്കാണ്. ആഗോള പ്രതിഭകളുടെ പ്രധാന കേന്ദ്രമെന്ന പദവി ഉപേക്ഷിക്കുന്നത് അമേരിക്കയിലെ ആശുപത്രികളെയും ഗവേഷണശാലകളെയും സാമ്പത്തിക വ്യവസ്ഥയെയും തളർത്തും. ലോകത്തെ മാറ്റുന്ന അടുത്ത വലിയ കണ്ടുപിടുത്തം ഒരുപക്ഷെ അമേരിക്കൻ മണ്ണിൽ നടക്കാതെ പോകും.
ഗവേഷണ മേഖലയിലും ബിരുദാനന്ദ തരത്തിലുമാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് സർവകലാശാലകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അമേരിക്കൻ ഗവൺമെന്റിന്റെ കർശനമായ വിസ നയങ്ങളും അനാവശ്യമായ താമസം വരുത്തലും അമേരിക്കയിലെ സർവകലാശാലകൾക്ക് മാത്രമല്ല, അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി പദ്ധതികൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി യുഎസിലെ പഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടെ നോക്കാം. അഡ്മിഷൻ പ്രക്രിയകളും വിസ അപ്പോയിന്റ്മെന്റുകളും കഴിയുന്നത്ര നേരത്തെ ആരംഭിക്കുക. മാറിയ 4 വർഷത്തെ വിസ കാലാവധി നിബന്ധനകളെ കുറിച്ചും ഡോക്യുമെന്റിനെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാക്കുക. ഇനി യുഎസിലേക്ക് പഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടെ നോക്കാം. അഡ്മിഷൻ പ്രക്രിയകളും വിസ അപ്പോയിന്റ്മെന്റുകളും കഴിയുന്നത്ര നേരത്തെ ആരംഭിക്കുക. മാറിയ 4 വർഷത്തെ വിസ കാലാവധി നിബന്ധനകളെ കുറിച്ചും ഡോക്യുമെന്റേഷനെ കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാക്കുക. വിസ റിജക്ഷൻ സാധ്യത മുൻനിർത്തി മറ്റു രാജ്യങ്ങളിലെ സർവകലാശാലകളെയും ഒരു ബദൽ മാർഗമായി പരിഗണിക്കുക. അമേരിക്കൻ സ്റ്റുഡന്റ് വിസ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് വരും മാസങ്ങളിലെ നമുക്ക് കണ്ടറിയാൻ സാധിക്കൂ. വിദേശ പഠനത്തെക്കുറിച്ചും വിസ അപ്പോയിന്റ്മെന്റുകളെ കുറിച്ചും പുതിയ വാർത്തകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.